സ്നേഹിതരെ, ഇന്ന് നാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ 14-ാം ഭാഗത്തോട്ട് പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു വരുന്ന അനുരഞ്ജന ശുശ്രൂഷ നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുങ്ങുന്നതാണ് അനുരഞ്ജന ശുശ്രൂഷ. യേശുവിൻ്റെ മരണവും ഉത്ഥാനവുമാണ് നമ്മുടെ അനുരഞ്ജനത്തിന് അടിസ്ഥാനം. കുർബാനയ്ക്കിടയിൽ കുമ്പസാരം എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഈശോ കുരിശിൽ മരിച്ചതിൻ്റെ ഏറ്റവും വലിയ സത്ഫലമാണ് അനുരഞ്ജനം. അനുരഞ്ജനത്തിലൂടെ മാത്രമേ ദൈവസ്നേഹം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. 51-ാം സങ്കീർത്തനത്തിലെ ആദ്യ ഭാഗം ചൊല്ലിക്കൊണ്ടാണ് ഈ ശുശ്രൂഷ തുടങ്ങുന്നത്. ദൈവജനം ഈ സമയം ചൊല്ലുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് ദാസന്മാരുടെ കണ്ണുകൾ നാഥൻ്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്ന പോലെ. ഇത് 123-ാം സങ്കീർത്തനത്തിലെ 2-ാം വാക്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ തൻ്റെ അയോഗ്യതകൾ ഏറ്റുപറഞ്ഞ് ദിവ്യകാരുണ്യ ശരീരത്തെ സ്വീകരിക്കുവാൻ തങ്ങൾ യോഗ്യരല്ല എന്ന് മനസ്സിലാക്കി അവിടുത്തെ കരുണ യാചിക്കുകയാണ്. ഇതിനുശേഷം പുരോഹിതൻ കൈകൾ മാറോട് ചേർത്ത് പിടിച്ച് തൻ്റെയും ജനത്തിൻ്റെയും അയോഗ്യത ഏറ്റുപറഞ്ഞ് ബലിപീഠം ചുംബിക്കുന്നു. പിന്നീട് പുരോഹിതൻ തിരുവോസ്തി കയ്യിലെടുത്ത് ഉയർത്തി ചൊല്ലുന്ന പ്രാർത്ഥനയിലെ ചില ഭാഗങ്ങൾ ശ്രവിക്കാം. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈശോ ഉത്ഥിതനായ ശേഷം ശിക്ഷഗണത്തിന് പ്രത്യക്ഷപ്പെട്ടതുപോലെ ദൈവജനത്തിനു മുമ്പാകെ ഈശോ തന്നെ വെളിപ്പെടുത്തുന്ന നിമിഷം, സ്വർഗം ഭൂമിയെ സ്പർശിക്കുന്ന നിമിഷം, ഏറ്റവും ഭക്തിയോടെ ആരാധനയോടെ ആയിരിക്കേണ്ട നിമിഷം. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ജീവൻ്റെ അപ്പമായി തീരുന്നതുപോലെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ പ്രചോദനവും കരുത്തും ആശ്വാസവും സഹായവും നൽകുന്ന ജീവൻ്റെ അപ്പമായി ഞങ്ങളെയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം പാദ്രി പിയോ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അങ്ങയെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് ക്ഷമയാചിക്കുന്നു. ഈശോയുടെ ശരീരം കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പുരോഹിതനെ അത്ഭുതത്തോടും ആദരവോടും കൂടി നോക്കി നിൽക്കുന്ന മാലാഖഗണം, മാതാവും സകല പുണ്യവാന്മാരും ആരാധിക്കുന്ന സമയം, ഈ ശരീരം കയ്യിലെടുക്കുവാൻ ഭാഗ്യം കിട്ടിയ പുരോഹിതനും ഇത് ഭക്ഷിക്കാൻ അനുഗ്രഹം കിട്ടിയ ദൈവജനവും എത്രയോ അനുഗ്രഹീതർ. നാം ഇത് നിസ്സാരമായിട്ടാണോ കാണുന്നത് എന്ന് വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. ചെറുകാറ്റിൽ പറന്നു പോകുന്ന ഈ അപ്പത്തിൽ കൊടുങ്കാറ്റിനെ ഒടിക്കുവാൻ ഇരിപ്പുണ്ട് എന്നോർക്കണം. നിർമ്മലവും രക്തരഹിതവുമായ പരിശുദ്ധ കുർബാന എല്ലാ മുറിവുകളും സുഖപ്പെടുത്തുന്നതിനും എല്ലാ കറകളും കഴുകിക്കളയുന്നതിനും വേണ്ടിയുള്ള ഉറവയാണ്. പരിശുദ്ധ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ ഉറവ പൊട്ടി ഒഴുകുന്ന സമയമാണ്. പിതാവിൻ്റെ കരുണയ്ക്കായി പാപികളായ നമുക്ക് നിലവിളിക്കാം. നമ്മുടെ ദൈവം, എന്നും ജീവിക്കുന്ന ദൈവം, നമ്മുടെ കൂടെയുള്ള ദൈവം, നമ്മോടൊപ്പമുള്ള ദൈവം, എൻ്റെ ഈശോയെ, എൻ്റെ ദൈവമേ, നമുക്കൊന്ന് ഉച്ചത്തിൽ നിലവിളിക്കാം. പുരോഹിതൻ ദിവ്യകാരുണ്യത്തെ ആദരവോടെ നോക്കി ചുംബിച്ച് വിഭജന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പുരോഹിതൻ തിരുവോസ്തി മുറിച്ച് വലത്ത് കൈയിൽ ഇരിക്കുന്ന ഭാഗത്തിൻ്റെ ഒരറ്റം മുറിച്ച് തിരുരക്തത്തിൽ മുക്കി കുരിശാകൃതിയിൽ കുരിശു വരയ്ക്കും. ഇത് ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ഐക്യത്തെ കാണിക്കുവാനാണ്. ഈ രണ്ട് സാദൃശ്യങ്ങളിലൂടെയും ഈശോ എന്ന വ്യക്തി ഇവിടെ സന്നിഹിതനാണ് എന്ന് വ്യക്തമാക്കുന്നു. തിരുവോസ്തി രണ്ടായി മുറിക്കുമ്പോൾ കർത്താവിൻ്റെ മരണം, വിഭജിച്ച ഭാഗങ്ങൾ തിരുരക്തത്തിൽ മുക്കുമ്പോൾ സംയോജനം, ചേർത്ത് പിടിക്കുമ്പോൾ ഉത്ഥാനം, ഇത് ഇവിടെ അനുഷ്ഠിക്കപ്പെടുകയാണ്. യേശു തൻ്റെ കുരിശുമരണത്തിലൂടെയാണ് ദൈവത്തിന് പാപമോചനം നേടിത്തന്നത്. അവിടുന്ന് രക്തം ചിന്തിയാണ് നമ്മുടെ കടങ്ങൾക്ക് പൂർത്തിയായത് എന്ന വസ്തുത
സഭ വിഭജന ശുശ്രൂഷയിലൂടെ അനുസ്മരിക്കുകയാണ്. അതുകൊണ്ട് അനുരഞ്ജന ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് വിഭജന ശുശ്രൂഷ വരുന്നത്. കർത്താവിൻ്റെ കുരിശുമരണം ഇവിടെ നടക്കുകയാണ്. സമയത്തിനും കാലത്തിനും അതീതനാണ് നമ്മുടെ തമ്പുരാൻ. 2000 വർഷം മുമ്പുണ്ടായ അതേ രക്ഷകര സംഭവം എൻ്റെ മുമ്പിൽ നിവർത്തിതമാകുന്ന സുന്ദരമായ അനുഗ്രഹപ്രദമായ നിമിഷമാണിത്. ഇതിനുശേഷം കാർമികൻ മുറിക്കപ്പെട്ട തിരുവോസ്തിയുടെ 2 ഭാഗങ്ങളും കൂട്ടിച്ചേർത്ത് കാസയുടെ മുകളിൽ പിടിച്ച് ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഓർക്കണം. ഇതിനുശേഷം അനുതാപത്തിൻ്റെ കാറാസൂസ തുടങ്ങുകയാണ്. ശുശ്രൂഷകൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായി സമൂഹം ചൊല്ലുന്ന പ്രാർത്ഥനയാണിത്. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഇങ്ങനെ 5 പ്രാവശ്യം ചൊല്ലുന്നു. വളരെ ഒരുക്കത്തോടെ വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ. അവിടുത്തെ പരിശുദ്ധിയുടെ മുമ്പിൽ താൻ നിസ്സാരനാണ്, പാപിയാണ്, അയോഗ്യനാണ് എന്ന ചിന്ത മനസ്സിലുണ്ടാകണം. കുർബാന സ്വീകരണത്തിനായി ഒരുങ്ങുന്ന സമയമാണിത്. ഞാൻ പാപിയാണ് പിതാവേ, അങ്ങയുടെ കൃപ എനിക്ക് വേണം. തമ്പുരാനെ, എന്നെ ഉപേക്ഷിക്കല്ലേ. അല്പം നിർബന്ധ ബുദ്ധിയോടെ യാചിക്കാം. അനുതാപം നിറഞ്ഞ മനസ്സോടെ തമ്പുരാനെ വിളിച്ച് പാപപ്പുറത്ത് യാചിച്ചാൽ തമ്പുരാൻ കേൾക്കാതിരിക്കില്ല. ഈ സമയത്ത് ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞത് നമുക്ക് ഓർക്കാം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ലഘുവായ പാപങ്ങൾക്ക് പാപമോചനം ലഭിക്കുന്ന സമയമാണിത്. നമ്മുടെ തമ്പുരാൻ്റെ മുമ്പാകെ അനുതാപത്തോടെ നിൽക്കേണ്ട സമയമാണിത്. നമ്മെ വേദനിപ്പിച്ച സകലരെയും നാം ഈശോയുടെ കൈകളിൽ കൊടുക്കണം. മാപ്പ് ചോദിക്കണം. ദൈവഹിതത്തിന് വിട്ടുകൊടുത്താൽ മാത്രമേ കുർബാന അനുഭവമാവുകയുള്ളൂ. ആത്മശോധന ചെയ്തിട്ട് മാത്രമേ ഈശോയുടെ തിരുശരീരമാകുന്ന ഈ അപ്പം ഭക്ഷിക്കുകയും തിരുരക്തം പാനം ചെയ്യുകയും ചെയ്യാവുള്ളൂ. പാപം ഒരു വ്യക്തിയെ മാത്രമല്ല, സഭയെ തന്നെ വേദനിപ്പിക്കുന്നു. അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ കരുണയ്ക്കായി, പാപപ്പുറത്തേക്കായി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ യോഗ്യത ലഭിക്കും. ആ യോഗ്യതയാൽ സമൂഹം ഒന്നിച്ചു ചൊല്ലുന്നതാണ് വിശുദ്ധ കുർബാനയുടെ അടുത്ത ഭാഗമായ കർത്തൃപ്രാർത്ഥന. എൻ്റെ പാപങ്ങളും അപരാധങ്ങളും എൻ്റെ ദൈവം പൊറുത്തു എന്ന വിശ്വാസത്തോടെ, സന്തോഷത്തോടെ സമൂഹം ഒന്നടങ്കം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ഈശോയുടെ ശരീരവും രക്തവും തന്ന, ഈശോയെ തന്നെ തന്ന സ്വർഗസ്ഥനായ പിതാവിനോടുള്ള കൃതജ്ഞതാ പ്രകാശനമായിട്ടാണ് നാം കർത്തൃപ്രാർത്ഥന ഇപ്പോൾ ചൊല്ലുന്നത്. സ്വർഗരാജ്യത്തേക്കുള്ള, നിത്യജീവിതത്തിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഇന്ധനമാണ് വിശുദ്ധ കുർബാന. അപ്പത്തിൻ്റെ രൂപത്തിലുള്ള പുത്രൻ്റെ തിരുശരീരം തന്ന് നിത്യജീവിതത്തിലേക്കുള്ള പാത തുറന്നു തരണേ എന്ന് പിതാവായ ദൈവത്തോടുള്ള യാചന കൂടിയാണ് ഈ കർത്തൃപ്രാർത്ഥന. എല്ലാവരും ഏകപിതാവിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ ഒരേ മനസ്സോടെ ഏറ്റുപറയുന്ന ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ദൈവത്തോടും പരസ്പരവും ഐക്യപ്പെടുന്നു. സമൂഹം യേശുവിനെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഐക്യത്തിന് മുദ്ര വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്തുള്ള കർത്തൃപ്രാർത്ഥന ഏറ്റവും ഉചിതമാകുന്നത്. മാമോദീസ സ്വീകരിച്ചവരെ വിശുദ്ധ പൗലോസ് വിശുദ്ധർ എന്നാണ് സംബോധന ചെയ്യുന്നത്. മാമോദീസ സ്വീകരിച്ചവരുടെ അനുഗ്രഹവും അവകാശവുമാണ് വിശുദ്ധ കുർബാന. ഈ അർത്ഥത്തിലാണ് വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു എന്ന് പറയുന്നത്. വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ത്രിത്വൈക ദൈവം മാത്രമാകുന്നു പരിശുദ്ധൻ എന്ന് പറഞ്ഞ് സമൂഹം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തുതി. ഇത് ഷെയർ ചെയ്ത് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുകാരാവാം. താങ്ക് യു.